നമസ്തേ. ശ്രീ അധ്യാത്മരാമായണം വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. കഴിഞ്ഞ ഭാഗങ്ങളിൽ അഹല്യാവൃത്താന്തത്തെക്കുറിച്ചും അഹല്യാമോക്ഷത്തെക്കുറിച്ചും അഹല്യാസ്തുതിയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടന്ന് മനസ്സ് ഒരു സംതൃപ്തമായ ഒരു അവസ്ഥയിൽ എത്തിയാൽ ഇനി മറ്റ് ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ്, ആ പൂർണ്ണ സംതൃപ്തിയുടെ അവസ്ഥയിലാണ് മോക്ഷത്തിൻ്റെ വഴികളിലേക്ക് നാം നടന്നു തുടങ്ങുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഭൗതികമായ ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുകയും അതിൻ്റെ കൃത്യമായ ഫലം അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞ് ഒരു സംതൃപ്തമായ മനസ്സിന് മാത്രമേ യഥാർത്ഥമായ ഒരു മോക്ഷമാർഗത്തിലേക്ക് തിരിയാൻ ആവുകയുള്ളൂ. 4 ആശ്രമ വ്യവസ്ഥകളായ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയിൽ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും രാമായണത്തിൽ വെളിവാക്കപ്പെടുന്നുണ്ട്. കുടുംബജീവിതം നയിക്കുന്നവർ രാമായണത്തിലെ ധർമ്മബോധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെതായ സംതൃപ്തി നിലനിൽക്കുകയുള്ളൂ. കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞ അഹല്യാവൃത്താന്തവും അഹല്യാമോക്ഷവും ഒരു നിശ്ചിത ക്രമപ്രകാരം വായിച്ച് നമ്മുടെ ഇഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ചും കുട്ടികളുടെ വിവാഹ കാര്യത്തിനായി വളരെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പരിഹാരമാർഗമാണ് അഹല്യാസ്തുതി. കാരണം കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പാപകർമ്മഫലങ്ങളാണ് ഈ ജന്മത്തിലെ വിവാഹ തടസ്സങ്ങളായും മറ്റും നാം അനുഭവിക്കുന്നത്. പാപദോഷങ്ങളുടെ മുക്തിക്കായി അഹല്യാവൃത്താന്തം വളരെ ഫലവത്തായ പരിഹാരമാർഗമാണ് എന്നാണ് രാമായണത്തിലെ ഈ സന്ദർഭത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. തൻ്റെ മഹാപാപത്തിൽ നിന്നും മുക്തയായി അഹല്യ ഗൗതമ മഹർഷിയുടെ കൂടെ വീണ്ടും സുഖജീവിതം നയിക്കുന്നതായിട്ടാണ് നാം കഴിഞ്ഞ ഭാഗം നിർത്തിവെച്ചത്. ഇനി നാം സീതാ സ്വയംവരമാണ് വായിക്കാൻ പോകുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. നാരായണായ നമോ 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 നാരായണായ നമോ. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീ വണ്ണം അരുൾ ചെയ്താൻ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും ബുക്കുത്താതനെ കാണാം. ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം ബുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായിതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നീടിനേനിതുകാലം. താടകം ബുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ.
പേടിയും തീർന്നു സിദ്ധാശ്രമവും പൊക്കു യാഗം മാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു, നീയതു കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും. തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു, ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ജാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതൂ കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവതെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരം 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഗണ്ഡാസാഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകം എന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈ 7 ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും. അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ഇനി നമുക്ക് ഇത്രയും വായിച്ചതിൻ്റെ സാമാന്യമായ അർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കഴിഞ്ഞ ഭാഗത്തിൽ അഹല്യാസ്തുതിയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വരികളാണ് ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും എന്ന് പറയുന്നുണ്ട്. ശ്രീരാമദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി അഹല്യാസ്തുതി നാം വായിക്കുകയാണെങ്കിൽ എന്ത് കാര്യങ്ങൾ നാം ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ചാലും നാം ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓരോ കാര്യങ്ങളും നടക്കുന്നതിനായി നാം ക്ഷേത്രങ്ങൾ തോറും നടന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ ഒരു സ്തുതി കൂടി നിത്യേന ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാം ആഗ്രഹിക്കുന്ന കാര്യം നടക്കുക തന്നെ ചെയ്യും. ഇനി ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും മറ്റും നടത്താൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പോലും ഭക്തിയോടുകൂടി അഹല്യാസ്തുതി ജപിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതാണ്. വിശ്വാമിത്രൻ തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടിയാണ് ശ്രീരാമദേവനെയും ലക്ഷ്മണനെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നത് എങ്കിലും ശരിയായിട്ടുള്ള ഈശ്വരനിശ്ചയം ശ്രീരാമദേവനും സീതയുമായിട്ടുള്ള സംഗമമായിരുന്നു. രാമാവതാരത്തിന്റെ ലക്ഷ്യം തന്നെ അതിൽ അടിസ്ഥാനമായിട്ടാണ് നിലനിൽക്കുന്നത്. വിശ്വാമിത്രൻ ഇതിന് ഒരു നിമിത്തമായിട്ടാണ് വന്നിരിക്കുന്നത്. ശ്രീരാമദേവനിലൂടെ അഹല്യയ്ക്കുണ്ടായ പാപമുക്തിയിൽ വിശ്വാമിത്രന് വളരെയധികം പരമാനന്ദമുണ്ടായി. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണം അരുൾ ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടി വിശ്വാമിത്രൻ ശ്രീരാമദേവനോട് പറഞ്ഞു, ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം കാലവും വൃഥ കളഞ്ഞിടുക യരുതല്ലോ. യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും പൊക്കു താതനെ കാണാം. ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പൊക്കു. ഇത്രയും പറഞ്ഞ് വിശ്വാമിത്രൻ
ശ്രീരാമദേവനെയും ലക്ഷ്മണനെയും കൂട്ടി ഗംഗ കടന്ന് മിഥിലാപുരിയിലെത്തി. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീമതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം. മുനിനായകനായ വിശ്വാമിത്രൻ കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി ജനക മഹാരാജാവ് പൂജാസാധനങ്ങളും എടുത്ത് വളരെ ഭക്തിയോടുകൂടി, അതേസമയം സംഭ്രമവുമുണ്ട്. വല്ല അപാകതയും വന്നു കഴിഞ്ഞാൽ മുനി കോപിക്കുമല്ലോ എന്നുള്ള സംഭ്രമവും ജനക മഹാരാജാവിനുണ്ട്. വളരെ ഭക്തിയോടുകൂടി തൻ്റെ ആചാര്യനെയും കൂട്ടി വിശ്വാമിത്രന്റെ അടുത്തേക്ക് ചെന്നു. ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ജനക മഹാരാജാവ് വളരെ സന്തോഷത്തോടുകൂടി വിശ്വാമിത്രനെ പൂജിക്കുകയും വിശ്വാമിത്രന്റെ കൂടെ വളരെ വിനയത്തോടുകൂടി നിൽക്കുന്ന രാമലക്ഷ്മണന്മാരെയും കണ്ടു. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാരാം ഇവരാരൊന്നു കേൾപ്പിക്കണം. കാമദേവൻ പോലും വന്ദിക്കുന്ന ഈ ലോകസുന്ദരന്മാർ ആരാണ്? നരനാരായണന്മാരായ മൂർത്തികളോ? നരവീരാകാരം കൈക്കൊണ്ടു കാണായിതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടു അരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. വിശ്വാമിത്രൻ പറഞ്ഞു, ഇവർ രണ്ടുപേരും ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരാണ്. ജ്യേഷ്ഠപുത്രനായ ശ്രീരാമനും മൂന്നാമത്തെ പുത്രനായ ലക്ഷ്മണനുമാണ് ഇവർ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നീടിനേനിതുകാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. ഇവർ കാട്ടിനകത്തേക്ക് വന്നപ്പോൾ തന്നെ താടക എന്ന നിശാചരിയെ ശ്രീരാമൻ ഒരു ബാണം കൊണ്ട് കൊന്നു. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കു യാഗം ആടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെ. അതോടുകൂടി സിദ്ധാശ്രമത്തിൽ യാതൊരു പേടിയുമില്ലാതെ യാഗങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ സാധ്യമായി. ശ്രീ പാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. ശ്രീരാമൻ അഹല്യയുടെ പാപമെല്ലാം നശിപ്പിച്ച് പാവനയാക്കി തീർത്തു. ഇവിടെ വെച്ചിരിക്കുന്ന മാഹേശ്വര ചാപം കാണണം എന്ന ഒരു ആഗ്രഹമുണ്ട്. അതൊന്ന് കാണിച്ചു തരണം. പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരം ആഗ്രഹമുണ്ടു, നീയതു കാട്ടിയിടേണം. വിശ്വാമിത്രന്റെ ഈ വാക്കുകൾ കേട്ട് ജനക മഹാരാജാവ് രണ്ട് രാജകുമാരന്മാരെയും അതിഥി പൂജ ചെയ്തു. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ. സൽക്കാര യോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നെങ്കിൽ പ്രീതി വർദ്ധിച്ചു ജനകനും. വളരെ യോഗ്യന്മാരായിട്ടുള്ള രാജപുത്രന്മാരെ കണ്ട് ജനക മഹാരാജാവിന് വളരെയധികം സന്തോഷമുണ്ടായി. ഉടനെ തന്നെ തന്റെ മന്ത്രിയെ വിളിച്ച് മാഹേശ്വര ചാപം കൊണ്ടുവരാൻ ആജ്ഞ കൊടുത്തു. എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭൻ ഇവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. മാഹേശ്വര ചാപം എന്ന ത്രയംബകത്തിന് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. ദക്ഷൻ തന്റെ മകളായ സതിയെ ക്ഷണിക്കാതെ ഒരു യാഗം നടത്തുകയും യാഗവേദിയിൽ സതിയുടെ ദേഹത്യാഗം അറിഞ്ഞ പരമശിവൻ പരമമായ രുദ്രഭാവത്തിൽ ദേവന്മാരെ എല്ലാം വധിക്കുന്നതിന് വേണ്ടി ത്രയംബകം കയ്യിലെടുക്കുകയും ത്രയംബകം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അനന്തരം ഉണ്ടാകാവുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയ ദേവന്മാർ പരമശിവനെ വളരെ ഭക്തിയോടുകൂടി സ്തുതിക്കുകയും ത്രയംബകം വില്ല് ദേവന്മാർക്ക് നൽകുകയും ചെയ്തു. മിഥില രാജ്യത്തെ ജനകരാജാവിന്റെ പൂർവികനായ ദേവവ്രതൻ എന്ന രാജാവ് ദേവന്മാരെ യുദ്ധത്തിൽ സഹായിച്ചപ്പോൾ പ്രീതരായ ദേവന്മാർ ത്രയംബകം ദേവവ്രതന് നൽകുകയും ദേവവ്രതൻ ത്രയംബകം വില്ല് തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ
നിത്യവും അർച്ചന ചെയ്യുകയും ചെയ്തു. ദേവവ്രതന് ശേഷമുണ്ടായിട്ടുള്ള എല്ലാ രാജാക്കന്മാരും ത്രയംബകത്തെ ആരാധിച്ചു വന്നു. ആ ത്രയംബകം വില്ല് കാണാനാണ് വിശ്വാമിത്രൻ ജനക മഹാരാജാവിനോട് പറയുന്നത്. ജനക മഹാരാജാവിന്റെ മന്ത്രി ത്രയംബകം ചാപം കൊണ്ടുവരാൻ പോയ സമയം ജനകൻ വിശ്വാമിത്രനോട് പറഞ്ഞു, ഈ ത്രയംബകം വില്ല് കുലച്ച് വലിച്ചു മുറിക്കുകയാണെങ്കിൽ എന്റെ മകളായ സീതയെ ശ്രീരാമന് നൽകും. അത് കേട്ട വിശ്വാമിത്രൻ പറഞ്ഞു, എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവതെനിക്കിപ്പോൾ. എനിക്കൊന്നും ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല. എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കും. വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരം 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. 5000 കിങ്കരന്മാർ ചേർന്നാണ് മൃത്യുശാസന ചാപം കൊണ്ടുവരുന്നത്. ഘണ്ടാസാഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം കണ്ടാലും ത്രയംബകം എന്നിതു മന്ത്രീന്ദ്രനും. ആയിരക്കണക്കിനു മണികളെക്കൊണ്ടും മനോഹരങ്ങളായ വസ്ത്രങ്ങളെക്കൊണ്ടും അലങ്കരിച്ച ത്രയംബകം മന്ത്രി രാജാവിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. ചന്ദ്രശേഖരന്റെ ത്രയംബകം കണ്ടപ്പോൾ ശ്രീരാമദേവന് വളരെയധികം ആനന്ദമുണ്ടായി. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാം ആകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. എന്തായാലും ആകാവുന്നത് ചെയ്യൂ എന്ന് വിശ്വാമിത്രൻ ശ്രീരാമദേവനോട് പറഞ്ഞു. ഇതുകൊണ്ട് നല്ലത് മാത്രമേ നടക്കൂ. മന്ദഹാസവും പൂണ്ടു രാഘവൻ അതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ഒരു മന്ദഹാസത്തോടുകൂടി ശ്രീരാമൻ ത്രയംബകം ചാപത്തിനടുത്തെത്തുകയും വളരെ അത്ഭുതത്തോടുകൂടി അതിനെ നോക്കുകയും ചെയ്തു. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. ഒരു നിമിഷം കൊണ്ട് എല്ലാം നടന്നു കഴിഞ്ഞു. യാതൊരുവിധ പ്രയാസവും കൂടാതെ വളരെ എളുപ്പത്തിൽ ത്രയംബകം വില്ലെടുക്കുകയും അതിനെ കുലയ്ക്കുകയും വലിച്ചു മുറിക്കുകയും ചെയ്തു. ആ സമയം ശ്രീരാമദേവന് അത്യുജ്വലമായ തേജസ്സായിരുന്നു. വില്ല് മുറിഞ്ഞ ശബ്ദം 14 ലോകങ്ങളിലും മാറ്റൊലിക്കൊണ്ടു. ജനങ്ങളെല്ലാം വളരെ അത്ഭുതപ്പെട്ടു. നിന്നരുളുന്ന നേരം 7 ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും ദേവന്മാരെല്ലാം പരമാനന്ദം കൊണ്ട് ദേവദേവനായ ഭഗവാനെ സ്തുതിച്ചു. അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവ ആരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. അപ്സര സ്ത്രീകളെല്ലാം വളരെയധികം ഉത്സാഹം കൊണ്ടു. ശ്രീ അധ്യാത്മരാമായണം ശ്രീ പരമേശ്വരൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് കഥകൾ നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. സീതാസ്വയംവരത്തിന് നിമിത്തമായതോ മാഹേശ്വര ചാപവും. ശൈവ ആരാധനയും വൈഷ്ണവ ആരാധനയും സീതയെന്ന ശക്തി ആരാധനയും ഒരേപോലെ സമന്വയിക്കുന്ന ഒരു രാമായണ സന്ദർഭമാണ് സീതാസ്വയംവരം. ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയിലൂടെയാണ് ശ്രീരാമദേവനായി മഹാവിഷ്ണു അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രിമൂർത്തികളായ 3 പേരെയും ആരാധിച്ചാലുള്ള ഫലമാണ് രാമായണം എന്ന ഒരേയൊരു ദിവ്യ മഹാഗ്രന്ഥത്തിന്റെ പാരായണത്തിലൂടെ ലഭിക്കുന്നത്. ഈ ഒരു രാമായണ മഹിമയെ എപ്പോഴും ഓർത്തുകൊണ്ട് ശ്രീരാമായണ പാരായണം നിത്യവും തുടരുക എന്ന അപേക്ഷയോടുകൂടി ഈ ഭാഗം ഇവിടെ നിർത്തുന്നു. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.